കരിയർ അമുഗോ യൂട്യൂബ് ചാനലിൻ്റെ ഒരു പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുവാനായിട്ട് പോകുന്നത് കേന്ദ്ര സർക്കാരിന് കീഴിൽ വരുന്ന കമ്പനിയായ യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിൻ്റെ ഒരു പുതിയ ജോബ് ഇൻഫർമേഷൻ നോട്ടിഫിക്കേഷനാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എല്ലാവിധമായിട്ടുള്ള ജോബ് നോട്ടിഫിക്കേഷൻസും ലഭിക്കുവാനായിട്ട് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ വിശദമായ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇതാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് UIICL അവരുടെ 250 അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ തസ്തികയിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. UIICL എന്ന് പറയുന്നത് ഒരു പബ്ലിക് സെക്ടർ ജനറൽ ഇൻഷുറൻസ് കമ്പനിയാണ്. അത് ഫുള്ളി ഓൺഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അത് കേന്ദ്ര സർക്കാരിന് കീഴിൽ വരുന്ന ഒരു ജനറൽ ഇൻഷുറൻസ് കമ്പനിയാണ് UIICL എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ വിശദമായ ഡീറ്റെയിൽസ് കാണുവാനായിട്ട് സാധിക്കും. ആകെ 250 വേക്കൻസീസ് ആണുള്ളത്. SCക്ക് 37 വേക്കൻസി, STക്ക് 20 വേക്കൻസി, OBC 67, EWS 24, അൺറിസർവ്ഡ് 102, അങ്ങനെ ടോട്ടൽ 250 വേക്കൻസീസ് ആണുള്ളത്. ഇവിടെ നിങ്ങൾക്ക് PWBDയുടെ റിസർവേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇനി ഇതിൻ്റെ എലിജിബിലിറ്റി കണ്ടീഷൻ നോക്കാം. അത് ഡിസംബർ 2023 31 ഡിസംബർ 2023 വെച്ചിട്ടാണ് എലിജിബിലിറ്റി കണക്കാക്കുന്നത്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രാജുവേഷൻ ഡിഗ്രിയാണ്. 60% മാർക്സ് വേണം. SC/ST കാറ്റഗറിക്കാണെങ്കിൽ 55% മതി. അതോടൊപ്പം തന്നെ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഡിസംബർ 31 2023 ഡിസംബർ 31 പാസ് ആയിരിക്കണം. അതോടൊപ്പം തന്നെ ഫൈനൽ ഇയർ എക്സാംസ് വെയിറ്റ് ചെയ്യുന്നവർക്ക് ഈ ഒരു അപേക്ഷിക്കുവാനായിട്ട് സാധിക്കുന്നതല്ല. വർക്കിംഗ് നോളജ് ഓഫ് കമ്പ്യൂട്ടർ ഇസ് എ മസ്റ്റ് എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് 21 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ഉള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. അതായത് 1994 ജനുവരി 1 2002 ഡിസംബർ 31 ഇടയിൽ ജനിച്ചവർക്കാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാറ്റഗറി വൈസ് ഏജ് റിലാക്സേഷൻ കാണുവാനായിട്ട് സാധിക്കും. ഇനി ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് നോക്കാം. ഓൺലൈൻ ആപ്ലിക്കേഷൻ ആരംഭിക്കുന്നത് 2024 ജനുവരി 8 അതോടൊപ്പം തന്നെ ഇതിൻ്റെ അപേക്ഷ സമർപ്പിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 2024 ജനുവരി 23 എക്സാമിനേഷൻ്റെ കോൾ ലെറ്റേഴ്സ് 10 ദിവസം മുന്നിട്ടായിട്ട് ഓൺലൈൻ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഓൺലൈൻ ടെസ്റ്റ് നടക്കാൻ പോകുന്നത് 2024 ഫെബ്രുവരി മാസത്തിലായിരിക്കും. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ നോക്കാം. സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ എക്സാം ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ഇൻ്റർവ്യൂവും ഉണ്ടായിരിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ ഓൺലൈൻ എക്സാമിനേഷൻ്റെ വിശദമായ സിലബസ് നിങ്ങൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. റീസണിങ് 50 ക്വസ്റ്റ്യൻസ് 50 മാർക്ക്, ഇംഗ്ലീഷ് ലാംഗ്വേജ് 40 ക്വസ്റ്റ്യൻസ് 40 മാർക്ക്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 50 ക്വസ്റ്റ്യൻസ് 50 മാർക്ക്, ജനറൽ അവയർനെസ് അതായത് ഫൈനാൻഷ്യൽ സെക്ടറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ജനറൽ അവയർനെസ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുന്നതാണ്. 40 ക്വസ്റ്റ്യൻസ് 40 മാർക്ക്. അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ ലിറ്ററസി 20 ക്വസ്റ്റ്യൻസ് 20 മാർക്ക്. അങ്ങനെ മൊത്തം 200 ക്വസ്റ്റ്യൻസും ഓരോ ക്വസ്റ്റ്യൻസ് ഓരോ മാർക്ക് വീതം 200 ക്വസ്റ്റ്യൻസും 200 മാർക്സുമാണ് ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2 മണിക്കൂറായിരിക്കും. ഇനി ഇതിൻ്റെ സാലറി സ്ട്രക്ചർ നോക്കാം. ഇതിൻ്റെ ബേസിക് പേ വരുന്നത് 50,925 മുതൽ 96,765 രൂപ വരെയാണ്. മെട്രോപൊളിറ്റൻ സെൻറ്റേഴ്സിൽ എല്ലാം കൂടെ കൂട്ടി 88,000 പെർ മന്ത് ആയിരിക്കും അപ്രോക്സിമേറ്റ്ലി സാലറി ലഭിക്കുവാനായിട്ട് പോകുന്നത്. ഇതാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ വിശദമായ ഡീറ്റെയിൽസ്. ആപ്ലിക്കേഷൻ അയക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം.
ആപ്ലിക്കേഷൻ അയക്കുന്നത് 3 ഘട്ടങ്ങളിലായിട്ടാണ്. ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ, പേയ്മെൻറ്റ് ഓഫ് ഫീസ്, അതോടൊപ്പം തന്നെ ഡോക്യുമെൻറ്റ് സ്കാൻ ആൻഡ് അപ്ലോഡ്. അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫ് വേണം, അതോടൊപ്പം തന്നെ സിഗ്നേച്ചർ വേണം, അതോടൊപ്പം തന്നെ ഈ ഒരു റിട്ടൺ സ്റ്റേറ്റ്മെൻറ്റ്, ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് എല്ലാവിധമായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും, എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്നുള്ളത്. ഇനി എക്സാമിനേഷൻ സെൻറ്റേഴ്സ് നോക്കാം. കേരളത്തിൽ എക്സാമിനേഷൻ സെൻറ്റേഴ്സ് വരുന്നത് ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, ട്രിവാൻഡ്രം, കൊല്ലം എന്നിങ്ങനെ 10 സെൻറ്റേഴ്സാണ് കേരളത്തിൽ ഉള്ളത് ഈ ഒരു എക്സാമിന് വേണ്ടി. ഇവിടെ നിങ്ങൾക്ക് ഓരോ സ്റ്റേറ്റിലുമുള്ള എക്സാമിനേഷൻ സെൻറ്റേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇനി ഇതിൻ്റെ അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത് 1000 രൂപയാണ് ജനറൽ കാറ്റഗറിക്ക്. അതോടൊപ്പം തന്നെ SC, ST, പേഴ്സൺസ് വിത്ത് ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റി, പെർമനൻറ്റ് എംപ്ലോയീസ് ഓഫ് PSGI കമ്പനീസ് അവർക്ക് 250 രൂപ പ്ലസ് GST ആണുള്ളത്. ബാക്കി എല്ലാ കാൻഡിഡേറ്റ്സിനും 1000 രൂപ പ്ലസ് GST ആണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. ഇനി ഇതിൻ്റെ വിശദമായ ഡീറ്റെയിൽസിൽ കാണുവാനായിട്ട് www.uiic.co.in എന്ന് പറയുന്ന വെബ്സൈറ്റിനകത്ത് നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻസും നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്. ഈ ഒരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.